മുഖ്യമന്ത്രി വി ഡി സതീശനാണ് അടുത്തതായി സത്യപ്രതിജ്ഞ എടുക്കേണ്ടത്. പറവൂരിൽ നിന്നുള്ള നിയമസഭാംഗം 2001 തുടങ്ങിയ യാത്രയാണ്. പിന്നീട് ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല വി ഡി സതീശൻ. തുടർച്ചയായി 5-ാം തവണയും പറവൂരിൽ നിന്നുള്ള നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വടശ്ശേരി ദാമോദരമേനോൻ സതീശൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ദൈവനാമത്തിൽ പ്രതിജ്ഞയെടുക്കുന്നു വി ഡി സതീശനും. അങ്ങനെ 105 പേർ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കുന്നു. ഇനി 106-ാമതായി കടന്നു വരേണ്ടത് MJ സെബാസ്റ്റ്യൻ. ശ്രീ സെബാസ്റ്റ്യൻ MJ. പൂഞ്ഞാറിൽ നിന്നുള്ള നിയമസഭാംഗം സെബാസ്റ്റ്യൻ MJ ആണ് അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. പ്രോട്ടം സ്പീക്കറുമായി ഹസ്തദാനം ചെയ്തതിനു ശേഷം സംസാരിക്കുന്ന വി ഡി സതീശന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് MJ സെബാസ്റ്റ്യൻ, പൂഞ്ഞാറിൽ നിന്നുള്ള അംഗം. ആദ്യമായി അദ്ദേഹം നിയമസഭയിലേക്ക് എത്തുകയാണ്. ശ്രീ സെബാസ്റ്റ്യൻ MJ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു സെബാസ്റ്റ്യൻ MJ. അങ്ങനെ 107 പേർ പൂർത്തിയാക്കുന്നു. 106 പേരുടെ സത്യപ്രതിജ്ഞ പൂർത്തിയാകുന്നു. 107-ാമനായി കടന്നു വരേണ്ടത് KM ഷാജി. നിലവിൽ മന്ത്രിസഭയിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കൂടിയാണ് KM ഷാജി. വേങ്ങരയിൽ നിന്നുള്ള നിയമസഭാംഗമാണ് KM ഷാജി. 3-ാം തവണയാണ് നിയമസഭയിലേക്ക് എത്തുന്നത്. മൊത്തം 5 തവണ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് 2 തവണ അഴീക്കോട് എന്നുള്ള MLA ആയിരുന്നു. ഇപ്പോൾ വേങ്ങരയിൽ നിന്ന് മത്സരിച്ചു. 30,322 വോട്ടിനാണ് അദ്ദേഹം ജയിച്ചു കയറിയത്. KM ഷാജി എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ദൈവനാമത്തിൽ പ്രതിജ്ഞയെടുക്കുന്നു KM ഷാജി. അടുത്ത ഊഴം നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള UDF അംഗം N ശക്തൻ്റേതാണ്. അതിനു മുമ്പ് ചെറിയൊരു